ഇനിയിപ്പോൾ ഈ ജർമ്മനിയിലുള്ള ഈ ചങ്ങാതിയെ നാട്ടിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്തൊക്കെ നൂലാമാലകളാണെന്നുള്ളത്. ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കണം, അവിടുത്തെ എംബസി ആയിട്ട് ബന്ധപ്പെടണം, ജർമ്മനിയെ തന്നെ ബോധിപ്പിക്കണം ഈ ചങ്ങാതി ഇവിടുന്ന് 2 കല്യാണം കഴിച്ചിട്ട് ഇങ്ങനെ ഒരു കേസ് ഉണ്ടാക്കിയിട്ടാണ് ഇവിടുന്ന് മുങ്ങിയത്, ജർമ്മനിയിലേക്ക് വന്നത്. 5 ദിവസങ്ങൾക്ക് മുമ്പേ, അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ മാസം 12-ാം തീയതിയാണ് കോഴിക്കോട് പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു നവവധു ഒരു പരാതിയായിട്ടെത്തുന്നത്. പരാതി ഇപ്രകാരമാണ്: തനിക്ക് ഭർത്തൃ വീട്ടിൽ ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും പീഡനം ഏൽക്കേണ്ടി വരുന്നുണ്ട്. ഞാൻ വിവാഹം കഴിച്ച് പോയ അന്ന് രാത്രി തന്നെ കൊണ്ട് മദ്യം കുടിപ്പിച്ചു. ആ മദ്യം കുടിപ്പിച്ചപ്പോൾ ഭർത്താവിൻ്റെ അമ്മയും ഒരു കൂട്ടുകാരനും ഒപ്പം ഉണ്ടായിരുന്നു. ഞാൻ മദ്യം കുടിച്ച് അപ്പം തന്നെ ഛർദ്ദിച്ചു. 150 പവനും മറ്റ് വീടും കാറും ഒക്കെ വേണം എന്ന് പറഞ്ഞിട്ട് എന്നെ നിരന്തരം മർദ്ദിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞൊരു വിശദമായൊരു പരാതി ഈ പെൺകുട്ടിയും പെൺകുട്ടിയുടെ കുടുംബവും ഈ പറയുന്ന പോലീസ് സ്റ്റേഷനിൽ, പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നു. പക്ഷേ അന്ന് അവിടെ എത്തുന്ന സമയത്ത് ഈ പെൺകുട്ടിയുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ചുണ്ടിലും മുഖത്തും ഒക്കെ മുറിവുകൾ ഉണ്ടായിരുന്നു, മർദ്ദനമേറ്റതിൻ്റെ പാടുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ പോലീസ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ പരാതി കിട്ടിയതിന് തൊട്ട് പിന്നാലെ രാഹുൽ എന്ന് പറയുന്ന ആ ഈ പെൺകുട്ടിയുടെ ഭർത്താവിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിച്ചു. എന്നിട്ട് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അവനങ്ങ് പറഞ്ഞു വിട്ടു. പോലീസ് പറഞ്ഞു വിട്ടു എന്ന് മാത്രമല്ല, ഈ പെൺകുട്ടിയുടെ പരാതിയിൽ വധശ്രമത്തിന് കേസെടുത്തില്ല, ചുമ്മാ ഒരു ചെറിയൊരു കേസ് മാത്രം എടുത്തിട്ട് അതങ്ങ് ഒത്തുതീർപ്പാക്കാനുള്ള ഒരു ശ്രമം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് ഈ പെൺകുട്ടിയുടെ കുടുംബം പറയുന്നത്. അങ്ങനെ ആ സംഭവം അവന് പോലീസ് സ്റ്റേഷനിൽ പോയ തൊട്ട് പിന്നാലെ അവനൊക്കെ മനസ്സിലായി ഇത് കാര്യം കയ്യിൽ നിന്ന് പോകും എന്ന് മനസ്സിലായപ്പോൾ പോലീസ് അന്വേഷണവും കേസും കാര്യങ്ങളൊക്കെ വരുന്നതിന് തൊട്ട് മുൻപേ തന്നെ ആൾ ബാംഗ്ലൂർ പോയി, ബാംഗ്ലൂരിൽ നിന്ന് നേരെ സിംഗപ്പൂരിലേക്ക് പോയി, സിംഗപ്പൂരിൽ നിന്ന് ആൾ ജർമ്മനിയിലേക്ക് പോയി. പോലീസ് കേസൊക്കെ എടുത്ത് ഒന്ന് ഊർജ്ജസ്വലരായിട്ട് വരുമ്പോഴേക്ക് ആൾ ഇവിടുന്ന് പൊടി തട്ടിപ്പോയി. അവന് ജർമ്മൻ പൗരത്വം ഉള്ളതുകൊണ്ട് സുഖമായിട്ട് ജർമ്മനിയിലെത്തി. ഇനി അവിടെ നിൽക്കാം, അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന രീതിയിലാണ് ആൾ ജർമ്മനിയിലേക്ക് പോയിരിക്കുന്നത്. അതിന് ശേഷം അവിടെ നിന്ന് സോഷ്യൽ മീഡിയയിൽ ലൈവ് വന്നിട്ട് ഈ പെൺകുട്ടിയുടെ കുടുംബത്തിനെ കുറിച്ചൊക്കെ വളരെ മോശമായിട്ട് പറയുന്നു, ആളെ ഉപദ്രവിക്കുകയാണെന്നുള്ള രീതിയിലൊക്കെയാണ് ആൾ ചിത്രീകരിക്കുന്നത്. പക്ഷെ ഞാനിതിൽ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 2024 മെയ് 12-ാം തീയതി ഒരു പെൺകുട്ടി ഒരു പരാതിയായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് മുഖത്തും ശരീരത്തിലുമൊക്കെ മർദ്ദനമേറ്റതിൻ്റെ പാടുകളുമായിട്ട് ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് പരാതി കൊടുത്തിട്ട് അതിന് ഉത്തരവാദിയായ ആളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയതിനു ശേഷം അയാളെ വളരെ മാന്യമായിട്ട് പോലീസ് പറഞ്ഞു വിട്ടു എന്നതാണ് ഏറ്റവും വലിയ നാണക്കേട്, അല്ലെങ്കിൽ ഏറ്റവും വലിയ പോലീസിൻ്റെ വീഴ്ച, അവരുടെ ഉത്തരവാദിത്വമില്ലായ്മ എന്ന് പറയുന്നത്. സംഭവം വിവാദമായപ്പോൾ എന്ത് ചെയ്തു, ആ സ്റ്റേഷൻ ഹൗസ് ഓഫീസറെ സസ്പെൻഡ് ചെയ്തു. സരിന്നോ അങ്ങനെ കണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആളെ സസ്പെൻഡ് ചെയ്തിട്ട് അന്വേഷണം നടക്കണം. ഇനിയിപ്പോൾ ഈ ജർമ്മനിയിലുള്ള ഈ ചങ്ങാതിയെ നാട്ടിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്തൊക്കെ നൂലാമാലകളാണെന്നുള്ളത്. ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കണം, അവിടുത്തെ എംബസി ആയിട്ട് ബന്ധപ്പെടണം, ജർമ്മനിയെ തന്നെ ബോധിപ്പിക്കണം ഈ ചങ്ങാതി ഇവിടുന്ന് 2 കല്യാണം കഴിച്ചിട്ട് ഇങ്ങനെ ഒരു കേസ് ഉണ്ടാക്കിയിട്ടാണ് ഇവിടുന്ന് മുങ്ങിയത്, ജർമ്മനിയിലേക്ക് വന്നത്. എന്നിട്ടത് മാത്രമല്ല, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബ്ലൂ കോർണർ നോട്ടീസൊക്കെ പുറപ്പെടുവിച്ച് ഇന്റർപോളിൻ്റെ സഹായത്തോടു കൂടി അയാളെ നാട്ടിലെത്തിക്കാൻ ചെറിയ കളികളല്ല പോലീസ്, വളരെ സിമ്പിളായിട്ട് അവനെ പിടിച്ച് കാര്യം തീർക്കാൻ പറ്റുന്ന ഒരു കേസ് എടുത്തിട്ട് അതിന് നടപടികൾ പൂർത്തിയാക്കാൻ പറ്റുന്നിടത്താണ് ഇനിയിപ്പം ബ്ലൂ കോർണർ നോട്ടീസ്, ഇന്റർപോൾ, ജർമ്മനി, എംബസി എന്നൊക്കെ പറഞ്ഞിട്ട് കേരള പോലീസ് ഇനി അതിൻ്റെ പുറകെ നടക്കണം. നമ്മുടെയൊക്കെ കുടുംബത്തിൽ പോലും ആളുകൾ സുരക്ഷിതരല്ലാത്ത ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ വരുന്നൊരു സമയത്ത് ഒരു പെൺകുട്ടി തനിക്ക് അപകടം സംഭവിച്ചിരിക്കുന്നത്, തനിക്ക് പരാതിയുണ്ട്, ഇന്ന വിഷയത്തിൽ പരാതി ഉണ്ടെന്ന് പറഞ്ഞ് വിശദമായിട്ടൊരു പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്ന് എഴുതി കൊടുത്തിട്ട് അതിൽ നടപടിയെടുക്കാൻ പോലീസുകാർക്ക് പറ്റുന്നില്ലെങ്കിൽ ആ SHO മാത്രമല്ല, ആ സ്റ്റേഷനിലുള്ള സകല ആളെയും പറഞ്ഞു വിടണം. കാരണം അവർ ഈ ജോലിക്ക് പറ്റിയ ആൾക്കാരല്ല, അവർ ഈ ജോലിക്ക് പറ്റിയ ആൾക്കാരാണ് എന്നെങ്കിൽ അതിലപ്പം തന്നെ നടപടി ഉണ്ടാവും. അല്ലാണ്ട് അവനെ വിളിച്ചു വരുത്തിയിട്ട് അവനെ പറഞ്ഞു വിടില്ല. ഇപ്പം ഇത് കേൾക്കുന്ന ചില പോലീസുകാർ പറയുന്നുണ്ട് ഇവന് കാര്യം കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ടാണ്, അങ്ങനെയൊന്നും നമുക്ക് നടപടി എടുക്കാൻ പറ്റില്ല. അങ്ങനെ നടപടി എടുക്കണം സാറാ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലത്ത് വിസ്മയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത് ഓർമ്മയുണ്ടോ? അതിനുശേഷം പല ഗാർഹിക പീഡന കേസുകളിലും പെൺകുട്ടികൾ വളരെ പെട്ടെന്ന് ക്വിക്കായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു ക്വിക്ക് റെസ്പോൺസാണ് നിങ്ങളുടെ മുന്നിൽ വന്നത്. പക്ഷേ നിങ്ങളത് കൈകാര്യം ചെയ്തതിൽ വളരെ വീഴ്ച സംഭവിച്ചു. നിങ്ങളുടെ ഭാഗത്ത് വീഴ്ച വന്നുകൊണ്ടാണ് SHO മാത്രം കുറ്റക്കാരനാക്കിയിട്ട് സസ്പെൻഡ് ചെയ്തത്. പക്ഷേ SHO മാത്രമല്ല, ആ പോലീസ് സ്റ്റേഷനിലുള്ള സകല ആളുകളും ഈ ജോലിക്ക് പറ്റിയ ആൾക്കാരല്ല എന്നതാണ് വസ്തുത. അല്ലെങ്കിൽ ഇവൻ ഇപ്പം ജർമ്മനിയിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ മുന്നിൽ വരുന്ന ആളുകൾ പ്രത്യേകിച്ച് പോലീസുകാരോടാണ് ഞാൻ പറയുന്നത്,
സ്വന്തം കുടുംബത്തിൽ പോലും സുരക്ഷിതമല്ലാതെ ജീവിക്കുന്ന ആളുകൾ ഉള്ള ഒരു കാലഘട്ടമാണിത്. അപ്പോൾ അങ്ങനെ വരുമ്പം ഏതാൾക്കാരും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ആദ്യം വന്ന് കയറുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് കയറി കഴിയുമ്പോൾ അവിടെ നിന്ന് നീതി കിട്ടിയില്ലെങ്കിൽ വേറെ മാർഗമൊന്നുമില്ല ആൾക്കാർക്ക്. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങളുടെ മുന്നിൽ വരുന്ന കേസുകൾ അത് നിങ്ങളുടെ കുടുംബത്തിൽ നിന്നുള്ള നിങ്ങളുടെ അച്ഛനോ അമ്മയോ അനിയത്തിയോ ചേച്ചിയോ സഹോദരനോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആണ് എന്ന് കരുതിയിട്ട് ക്യുക്കായിട്ട് ഓരോ കേസുകളിലും റെസ്പോണ്ട് ചെയ്യുക, ഓരോ കേസുകളിലും നടപടിയെടുക്കുക എന്നതാണ് പോലീസുകാർ ഇനിയെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യം. ഇത്തരത്തിലുള്ള വീഴ്ചകളൊന്നും ഉണ്ടാവരുത്. ഇവിടെ വലിയ അനിഷ്ട സംഭവങ്ങളോ അല്ലെങ്കിൽ ജീവഹാനിയൊന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞ് നമുക്ക് ആശ്വസിച്ച് നിൽക്കാൻ പറ്റുമെങ്കിൽ പോലും പക്ഷേ ഇങ്ങനെയുള്ള കേസുകളിൽ അതുണ്ടാവരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. വളരെ അന്വേഷണ മികവ് പുലർത്തുന്ന ഒരു ടീമാണ്. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ആണ് കേരള പോലീസ്, അതിലൊരു സംശയമില്ല. പക്ഷേ ഇതുപോലുള്ള കേസുകളിൽ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ അതിലെന്തായാലും പഴി കേൾക്കേണ്ടി വരുന്നതും അതേ കേരള പോലീസ് തന്നെയായിരിക്കും.